അവൾ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മൾ മുമ്പ് കണ്ട സെൻറ്റൻസിൻ്റെ നേരെ പാസ്റ്റ് എന്ത് ചെയ്യുകയാണ്, എന്ത് ചെയ്യുകയായിരുന്നു. ഇതും നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ പല അർത്ഥത്തിൽ പറയും. അവൾ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിൽ പറയും, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കോൺടെക്സ്റ്റ് അനുസരിച്ച് മാറും, പക്ഷേ സെൻറ്റൻസ് ഫോർമേഷൻ അങ്ങനെയായിരിക്കും. അവൾ എന്ത് ചിന്തിക്കുകയായിരുന്നു, ഇതും അതുപോലെ നമ്മൾ പറയില്ല അവൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയല്ലേ, അല്ലെങ്കിൽ അവൾ എന്തായിരുന്നു ചിന്തിക്കുന്നത്. ഇതെല്ലാം വരുന്നത് അങ്ങനെയാണ്. വാട്ട് വാസ് ഷീ തിങ്കിങ്. മുമ്പ് ഈസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വാസായി. അവൻ എന്ത് പറയുകയായിരുന്നു, അവൻ എന്ത് പറയുകയായിരുന്നു. വാട്ട് വാസ് ഹി സേയിങ്. അവൻ എന്ത് പറയുകയായിരുന്നു, വാട്ട് വാസ് ഹി സേയിങ്. അവൻ എന്ത് ചോദിക്കുകയായിരുന്നു. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രൈ ചെയ്യൂ. സിമ്പിളാണല്ലേ. വാട്ട് വാസ് ഹി ആസ്കിങ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. അവർ എന്തായിരുന്നു കാണുന്നത്. നമ്മൾ മുമ്പ് കണ്ടതാണ് വാച്ച് എന്നുള്ള വാക്ക്. വാട്ട് വെയർ ദേ വാച്ചിങ്. അവരെന്ത് കാണുകയായിരുന്നു, എന്ത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, എന്തായിരുന്നു കാണുന്നത്, ഇതെല്ലാം സെയിം ആണ്. അവർ എന്തായിരുന്നു കയ്യിൽ വെച്ചിരുന്നത്. കയ്യിൽ വെക്കുക ഹോൾഡ് ഇൻ ഹാൻഡ് ആണെന്ന് പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്യൂ. വാട്ട് വെയർ ദേ ഹോൾഡിങ് ഇൻ ഹാൻഡ്. വാട്ട് വെയർ ദേ ഹോൾഡിങ് ഇൻ ഹാൻഡ്. നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മൾ പല രീതിയിൽ പറയില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മറന്നുപോയത് കൊണ്ട് പറയാം, അല്ലെ പണ്ടെന്നോ എന്താണ് പറഞ്ഞിരുന്നതെന്ന് പറയാം. വാട്ട് വെയർ വി സേയിങ്. ഇനി ഇതിന് വേറൊരു വാട്ട് വെയർ വി ടോക്കിംഗ്, വാട്ട് വെയർ വി സ്പീക്കിംഗ് എന്നൊക്കെ പറയാം. വേറൊരു രീതി പറയാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്ന് എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് മറന്നുപോയി. അതിന് നമ്മൾ വേറൊരു യൂസേജ് ഉണ്ട്. വെയർ വി, നമ്മൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞാലും ഈ സെയിം അർത്ഥം തന്നെയാണ്. വാട്ട് വെയർ വി സേയിങ് എന്നുള്ള അർത്ഥം തന്നെയാണ്. നമ്മൾ എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ ശരിക്കും എന്താ പ്രതീക്ഷിച്ചിരുന്നത്. ജയിക്കുന്നതാണോ പ്രതീക്ഷിച്ചിരുന്നത്. കളി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുക എന്ന് വിചാരിച്ചോ. വാട്ട് വെയർ വി എക്സ്പെക്റ്റിംഗ്. നമ്മൾ എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ബിജു എന്ത് ചെയ്യുകയായിരുന്നു. ബിജു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ട് വാസ് ബിജു ഡൂയിങ്. വാട്ട് വാസ് ബിജു ഡൂയിങ്. ജോബി എന്ത് വായിക്കുകയായിരുന്നു. ഒന്ന് ട്രൈ ചെയ്യൂ. വാട്ട് വാസ് ജോബി റീഡിങ്. വാട്ട് ജോബി വാസ് റീഡിങ് എന്നല്ല, വാട്ട് വാസ് ജോബി റീഡിങ്. ആദ്യത്തെ സെൻറ്റൻസ് അവൾ എന്ത് ചെയ്യുകയായിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. വാട്ട് വാസ് ഷീ ഡൂയിങ്.